താങ്ക് യു. മാക്സിമം ഇവിടെ ഇരുത്തി നാണം കെടുത്തു. അങ്ങനെയാണ്. പക്ഷെ ഞാൻ വിചാരിച്ച ചേച്ചിയെ കുറച്ചും കൂടെ ആക്റ്റീവ് എന്നാ. റീൽസിലൊക്കെ ഭയങ്കര യൂട്യൂബ് ചാനലൊക്കെ ഇല്ലേ? അതെനിക്കല്ല വെക്കാം. ചേച്ചിക്കില്ല? ഉണ്ട്, അത് ആക്റ്റീവ് അല്ല. യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. അത് ഇവളിടുന്നതായിരിക്കും. അങ്ങനെയാ? ഇവളുടെ വീഡിയോയില് ചെയ്യാറുണ്ട്. ഓക്കെ. സോ നമ്മുടെ ഏറ്റവും വലിയ വിശേഷം, സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് എപ്പിസോഡ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണിത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സന്തോഷമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമാകുമ്പോൾ. പിന്നെ ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ചും ഞങ്ങളുടെയൊക്കെ ഫസ്റ്റ് സീരിയലാണ്. ഇപ്പൊ എന്റെ ആയാലും ഗോപുചാന്റെ ആയാലും ആദ്യത്തെ സീരിയലാണ്. ബാക്കിയുള്ള എല്ലാവരും പുതുമുഖ ആർട്ടിസ്റ്റാണ്. അപ്പൊ എല്ലാവരുടെയും ആദ്യത്തെ സീരിയൽ തന്നെ ഇത്രയും സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പം 1300 കൂടുതൽ എപ്പിസോഡ് ആയിട്ടുണ്ട്. 1300 നിങ്ങൾ അദ്ദേഹം കേൾക്കണം. 1300 എപ്പിസോഡ് ഒരു സീരിയൽ മുന്നോട്ട് പോകാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും സൂര്യയില് എനിക്കൊന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും എപ്പിസോഡ് പോയിട്ടുള്ള ഒരു സീരിയൽ വരുന്നത്. വീട്ടിലും ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ എല്ലാവർക്കും ഇത്രയും എപ്പിസോഡ് പോകുന്ന ഒരു സീരിയലിന്റെ ഭാഗമാവാന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് അച്ഛനും മക്കളും തമ്മിലുള്ളൊരു ബോണ്ട് ഉള്ളത് ഒരു കഥയാണ്. അപ്പം എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് ഈ സീരിയല് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന്മാരും അങ്ങനെ സീരിയൽ കാണാറും കുറവാണ്. അഭിനയിക്കുമ്പോ എന്തായാലും കാണും. അതെ അതെ. ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന സീരിയൽ ഇത്ര ഒരുപാട് എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്തെങ്കിലും ചില കമന്റ്സിലൊക്കെ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വരാറുണ്ടല്ലോ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? അല്ല, നെഗറ്റീവ് കമന്റ്സ് മാത്രമല്ല, പോസിറ്റീവ് കമന്റ്സ് ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടും എടുത്തിട്ട് അതിന്റെ രീതിയിൽ റേറ്റിംഗ് പക്ഷെ സ്റ്റിൽ അതെ നല്ല റേറ്റിംഗ് ഉണ്ട്. അതല്ല ഇപ്പം ഇത്ര സക്സസ് ആയത് തന്നെ ഇത്ര നെഗറ്റീവ് കമന്റ്സ് ഉള്ളതുകൊണ്ടാണെന്നാ തോന്നുന്നത്. നെഗറ്റീവ് കമന്റ്സ് ഇടാറുണ്ട്. പിന്നെ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ വരുന്നോണ്ട് അത് ആരും അംഗീകരിച്ചു കൊടുക്കില്ലല്ലോ. എന്നുവെച്ചാൽ ഇത് നമ്മുടെ കന്യാദാനം സീരിയലിന്റെ ഒരു പ്രത്യേകത റിയൽ ലൈഫായിട്ട് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീരിയലാണ്. അപ്പം റിയൽ ആയിട്ട് നടക്കുന്ന കുറെ ഇൻസിഡൻസ് ഉണ്ട്. അപ്പം ചിലർക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ ഇങ്ങനെയൊക്കെ നടക്കും. പക്ഷെ ശരിക്കും പറയാറുണ്ട് കേട്ടോ, അവരുടെ ലൈഫിലും ഇതുപോലെ റിയൽ ആയിട്ട് നടക്കാറുണ്ട്. ഇപ്പം അമ്മായിയമ്മ പോരായാലും ഇപ്പം ഹസ്ബൻഡ് എന്റെ ഹസ്ബൻഡ് ഒരു സംശയരോഗിയാണ്. അതൊക്കെ റിയൽ ആയിട്ട് നടക്കുന്ന ഫാമിലീസും ഉണ്ട്. ഓക്കെ. അപ്പൊ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ ഈവൻ നമ്മുടെ ഇപ്പം ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ രഘു. അപ്പൊ ഈ രഘു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ സീരിയലില് ആ ക്യാരക്ടറിന്റെ ഒരു ജേണി ഉണ്ടല്ലോ, ആ ജേണിയിൽ എന്റെ ലൈഫായിട്ട് കുറെ റിസംബ്ലൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ചില ടൈമിൽ. തോന്നാറുണ്ട് പേഴ്സണൽ ലൈഫായിട്ട് തോന്നാറുണ്ട്. ഓക്കെ. അപ്പൊ അഭിനയിക്കുമ്പോ എളുപ്പമാണോ? അങ്ങനെ എളുപ്പമാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കണ്ട, മറ്റേ ലൈഫല്ലേ. ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. നമ്മൾ ചില സിനിമ താരം ആർട്ടിസ്റ്റ് ഫിലിമിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചതിന് ശേഷവും അവരുടെ ഉള്ളിൽ ആ ക്യാരക്ടർ നിൽക്കാറുണ്ട്, ഇല്ലെങ്കിൽ അതിന്റെ ഒരു മനസ്സിൽ എപ്പോഴും അതിങ്ങനെ കിടക്കുന്നത്. അപ്പൊ നിങ്ങളൊരു സീരിയലിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഷൂട്ട് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇത്രയും എപ്പിസോഡ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാറുണ്ടോ? എനിക്ക് പേഴ്സണലി എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അല്ല, ഇതില് അമ്പിളി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്, കുറച്ച് എന്റെ റിയൽ ലൈഫിലെ ക്യാരക്ടറുമായിട്ട് കുറച്ച് കണക്ട് ആണ്. ചില സംഭവങ്ങൾ എടുക്കുമ്പോ ബന്ധമുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ. അത് ചേട്ടനല്ലേ പറഞ്ഞു, ഞാനല്ലല്ലോ പറഞ്ഞത്. ഇതാണ് അത് ചേട്ടന്റെ കാര്യമല്ലേ പറഞ്ഞു, ഇത് ഞാൻ എന്റെ കാര്യം. അല്ല, അത് ചേട്ടൻ പറയുമ്പോ ഞാൻ ഇടക്കേറി പറയുന്നത് ശരിയല്ലല്ലോ. ഇതിപ്പോ ഞാൻ പറയുമ്പോ എന്തിനാ ഇടക്കേറി? ഇല്ല പറഞ്ഞോ. ഞാൻ കുറച്ച് ഈ വില്ലേജ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്നാ വരുന്നത്, കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പൊ ഒന്നെനിച്ച് പോയാ പറഞ്ഞില്ല, എന്നെ മാക്സിമം ഇട്ട് കുത്താനും നോക്കോളൂ. എവിടെയാ നാട്? എവിടെയാ? ഇനിയിപ്പോ നാടിനൊപ്പം മനസ്സിൽ എന്റെ നാട് പാലോട്, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ വരുന്നതന്നെ പാലോട്. അവിടെ നിന്ന് ഒരു 32 കിലോമീറ്റർ ഉള്ളിലോട്ട്. ആദ്യം വില്ലേജ് ആയിരുന്നു, ഇപ്പൊ കുറച്ച് മാറി മാറി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ കൂടുതൽ അമ്പിളി ക്യാരക്ടേഴ്സും ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മളെ സുശീലമ്മയുടെ ക്യാരക്ടേഴ്സ് ഉള്ള കുറെ അമ്മമാരുണ്ട്. അപ്പൊ എനിക്ക് കുറെ ആൾക്കാരെയൊക്കെ അപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റും. അതാ ഉദ്ദേശിച്ചേ. ചേട്ടന്റെ ക്യാരക്ടർ ചേട്ടനും ചേച്ചിയുടെ ക്യാരക്ടർ ചേച്ചി. പാവം. അടുത്ത ചോദ്യം. നിങ്ങൾ രണ്ടുപേരും തോന്നല്ലേ ഭയങ്കര കൂട്ടി. ചേട്ടന്റെ ഇൻസ്റ്റ അക്കൗണ്ട് ഞാൻ നോക്കിയപ്പോ ഫുള്ള് ചേച്ചിയാണ്. അതിന്റെ ഒരു സ്നേഹം. ഇതിലിപ്പോ 5 പെമ്മക്കളില് ഇപ്പൊ 4 പേരാണല്ലോ ഏട്ടന്റെ സിസ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ചീരുവായിട്ടാ. ലൈഫിലും അങ്ങനെ തന്നെയാ. അല്ല, നിങ്ങൾ തമ്മിലുള്ള റീലും ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന്റെ ഇപ്പൊ ചേട്ടനെ കാണുമ്പോൾ ഭയങ്കര ഒരു
ഒരു കലിപ്പ് ലുക്ക്. ആ കണ്ണൊന്ന് സൂം ചെയ്തോ, കണ്ണിലാണ് എല്ലാം ഇരിക്കുന്നത്. മീശയിലും അത് പറയാറുണ്ടായിരുന്നു. മീശ ഇതല്ലായിരുന്നു പണ്ട്, ഇവിടെ ഇങ്ങനെയായിരുന്നു, വലുതായിരുന്നു. അത് നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡൊക്കെ എടുത്ത് നോക്കുമ്പോ അറിയാം, ഭയങ്കര കോമഡി ആയിരിക്കും. ആദ്യം ഭയങ്കര ഫിസിക്സ് നോക്കുന്ന ആളായിരുന്നു, ഓക്കെ. ഇപ്പൊ നശിച്ചു. ഇപ്പൊ നശിച്ചു. ചേട്ടന് ഞാൻ ഇപ്പം ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് വർക്കൗട്ടൊക്കെ ചെയ്ത് ആ രീതിയിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ലുക്സ് യങ്ങറാവും. യങ്ങായി ലുക്ക് ചെയ്യുമ്പോൾ ഇതെവിടെ എനിക്ക് മനസ്സിലായി. ഇതിപ്പോ ഒരു 2 ആഴ്ച കൊണ്ട് ഏജ് തോന്നിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇത് 2 ആഴ്ച കൊണ്ട് ഞാൻ കേട്ടോണ്ടിരുന്ന സംഭവമാണ്. ഇവിടെ പിടിച്ചു നിക്കണ്ടേ, ഇവിടെ മുമ്പ് പിടിച്ചു നിക്കണ്ടേ, ഇവളുടെ കൂടെ നിൽക്കുമ്പോ പ്രായം തോന്നിക്കാം. ഒറിജിനൽ അല്ല, ഞാനെന്താ ഭയങ്കര പ്രായം തോന്നുക എന്നെ കാണുമ്പോ? ഇല്ലില്ല, അത് സാരി കൊടുത്തിട്ട് പോലും തോന്നൂല. കേക്ക് എന്നോട് പറയോ ചേട്ടൻ തലമുടി പിടിച്ച് നോക്കിയാ കാണാം, ഫുൾ നരയാ. നരച്ച് ഇട്ടിരിക്കുന്നെന്ന് പറഞ്ഞു. ദൈവം ഇട്ട് കൊടുത്തതാ, നരയിട്ട് ദൈവം ഇട്ട് കൊടുത്ത നരയാ. ഫുഡ് ഞാൻ ഫുഡ് കഴിക്കാതെ ഡയറ്റ് നോക്കി അപ്പൊ അവള് പറയും ഫുഡ് കഴിക്കും ചേട്ടാ. ചേട്ടാ കഴിക്കും, സ്നേഹത്തോട് കൊണ്ടുതന്നെ നിർബന്ധിക്കും. സ്നേഹത്തോടെ അല്ല അല്ല, നമ്മൾ കഴിക്കുമ്പോ അമ്മ കൂടെ കൊതി തട്ടില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ. നല്ല രണ്ടുപേരും എനിക്ക് കിട്ടിയ കാണാം. ഞാൻ വന്നിട്ട് ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ ഇൻട്രോവേർട്ട് ആണോ, മിണ്ടത്തില്ലേ? എന്റെ പരാതി മാറി. എനിക്ക് അങ്ങനെ ഒരു പരാതിയേ ഇല്ല. ഇൻട്രോവേർട്ടാ ഞാൻ പറഞ്ഞേ, ഏത് ക്യാമറ ഞാൻ പറഞ്ഞ ഇൻട്രോവേർട്ടാണ്. മാത്രമേ ഇൻട്രോവേർട്ട് ഉള്ളൂ. അതെ, ഇൻട്രോവേർട്ട് ചേട്ടന്റെ ഒരു റീല് ഞാൻ കണ്ടായിരുന്നു. ആര് പറഞ്ഞു മ്യാവൂ. നമ്മള് ഇല്ല, പുറത്ത് വരാനുള്ള കൊറേ റീലുണ്ട്, ഡ്രാഫ്റ്റിലാക്കി ഇട്ടാക്കിയിട്ടുണ്ട്. കല്യാണത്തിന് എടുത്തതാന്ന് തോന്നുന്നു. അല്ല, എല്ലാരും സാരി എടുത്തിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നത്. അന്ന് വേറൊരു പ്രത്യേകത ഉണ്ട്. അതെന്താ പോരട്ടെ, ഒരാളുടെ മീശ പകുതി പോയ ദിവസം. അതെന്താ അതെന്താ ഞാൻ രാവിലെ ഷൂട്ടിന് വരുമ്പോഴേ മീശ ഷേവ് ചെയ്യണല്ലോ. അന്നത്തെ ക്യാരക്ടർ കണ്ടിന്യൂറ്റി പിടിക്കാൻ വേണ്ടി ഡെയിലി ഷേവ് ചെയ്യണമായിരുന്നു. അപ്പൊ ഷേവ് ചെയ്ത് നമ്മൾ സ്വയം ചെയ്ത് ട്രിം ചെയ്ത് ഒരു സൈഡ് കയറിപ്പോയി. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ മറ്റേ സൈഡ് ചെയ്തു. ഇല്ല, എനിക്ക് ഇല്ല, ഇപ്പൊ എന്തായാലും എല്ലാവർക്കും മനസ്സിലായി. ഇനി ഇപ്പൊ റീല് പോയി സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അല്ല, റീല് അത് ഭയങ്കര റീച്ച് ഉണ്ടായിരുന്നാണ്ട് ചിലപ്പോ ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് ചിലപ്പോ എല്ലാവരും വേണമെങ്കിൽ അല്ല, അത് സീരിയലിൽ വരുന്നപ്പോഴേക്ക് ആക്ച്വലി അതിന്റെ തൊട്ട മുമ്പത്തെ സീക്വൻസിൽ വന്നപ്പം കട്ടി മീശയായിരുന്നു. അതിനുശേഷം വന്നപ്പോ മീശ ഭയങ്കര ട്രിം ആയി. അതായത് ശ്രദ്ധിച്ചില്ല. ഡയറക്ടറൊക്കെ വഴക്കറിയില്ല, കണ്ടില്ല. അതെ, നമ്മള് ശ്രദ്ധിച്ചു നോക്കുന്നെങ്കിൽ അറിയാൻ പറ്റും. അന്ന് നമ്മൾ പറഞ്ഞത് കൊണ്ട് നമുക്ക് മനസ്സിലായി. കത്തൂല. ഓക്കെ ഓക്കെ. ചേട്ടന്റെ ഈ പഴയ ഫോട്ടോസ് ഒക്കെ കാണുമ്പോഴാണെങ്കിലും ഈ ലുക്കിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഒരു പോലീസ് ഗെറ്റപ്പിലൊക്കെ പോലെ. അതെ, കുറെ സിനിമ ചെയ്തിട്ടുണ്ട്. സിനിമയിലൊക്കെ ഭയങ്കര സക്സസ്ഫുൾ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഈ 5 സിനിമ ഞാൻ ചോദിക്കാൻ വേണ്ടി വരുന്നത്. 5 സിനിമയും പോലീസായിരുന്നു. അല്ല, 5 പോലീസ് അല്ലായിരുന്നോ? ചേട്ടന് ശരിക്കും റിയൽ ലൈഫിൽ പോലീസ് ആണെന്നുള്ള ആഗ്രഹം? ഇപ്പൊ അടുത്ത സീരിയലും പോലീസാ. അടുത്തതും പോലീസാ സൂര്യയിൽ തന്നെ. സൂര്യയിൽ തന്നെ. ഓക്കെ ഓക്കെ. അല്ല, ചേട്ടന് റിയൽ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ പോലീസ് ആണെന്നൊക്കെ? എനിക്കൊരു ഘട്ടത്തിൽ തോന്നായിരുന്നു, ഈ സിനിമയോടൊക്കെ ഒരു പാഷൻ വരുന്നതിന് മുമ്പേ പോലീസ് ആവണമെന്നൊക്കെ തോന്നിയിരുന്നു. അതെന്തായാലും ഇതിൽ കൂടെ ശബലം. അത് ഞാൻ ഇതിലൂടെ പോലീസ് യൂണിഫോം ഇട്ട് എന്റെ DP വരെ പോലീസ്. ശരിക്കും വരെ പറ്റിക്കാറുണ്ട് കേട്ടോ. ഇതും കാണിച്ചു വാൾപേപ്പർ വരെ പോലീസാ. ഷോപ്പിലും കടയിലൊക്കെ പോയിട്ട് ഇത് വയ്യ കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കും, ഞാൻ പോലീസാണെന്നുള്ള മട്ടില്. ശരിയാക്കി തരാം. നിങ്ങളുടെ കൂടെ ഈ സീരിയലിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ദേവൻ സാർ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞു ആദ്യത്തെ സീരിയലാണ് പല ആൾക്കാരുടെയും. ഇത്രയും വലിയൊരു സീനിയർ ആർട്ടിസ്റ്റിലൂടെ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? പുള്ളി തന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, പുള്ളി അത്രയും സീനിയർ ആണ്. അപ്പം ഞങ്ങളെ പോലെ കുറച്ച് ആൾക്കാർ വന്നപ്പം പുള്ളി നമ്മളെടുത്ത് തന്ന ഒരു ഫ്രീഡവും പുള്ളി തന്ന സപ്പോർട്ടും അത് ഭയങ്കരമായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് നമ്മളൊന്നും ഈ ഒരു ലെവലിൽ നിക്കില്ല. ഓക്കെ. സാർ എങ്ങനെയാ, ഭയങ്കര സീരിയസ് ക്യാരക്ടറാണോ നിങ്ങൾ? ഭയങ്കര സ്നേഹം. അച്ഛന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോഴും അച്ഛാന്ന് വിളിക്കുന്നത്. ഓഫ് സ്ക്രീനിൽ നിങ്ങൾ അച്ഛൻ തന്നെ അങ്ങനെ വിളിക്കുന്നത് ആണോ? അയ്യോടാ. ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അപ്രിഷിയേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ചെയ്തൊരു സീൻ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈതരും, നന്നായിരുന്നു മോളെ, കൊള്ളായിരുന്നു,
നന്നായിട്ടുണ്ട്. അത് പറയാ ചിലരങ്ങനെ ഇപ്പം ചിലര് അത് പറയില്ല, കുറച്ച് ഇനിയും പറഞ്ഞു പോയാൽ പിന്നെ എന്തെങ്കിലും അഹങ്കാരമായി പോകുമെന്ന് എഴുതിയിട്ട് ചിലര് പറയില്ല. പക്ഷെ അച്ഛൻ അങ്ങനെയില്ല. അതുപോലെ നമ്മള് ചെയ്യുന്ന പോർഷനിൽ അവിടെ ഇത്തിരി നന്നാക്കാം, ഇത് കൊടുത്താൽ മതി, അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിലും കുറെ നല്ല സജഷൻസ് ഒക്കെ തരുമായിരുന്നു ആക്ട് ചെയ്യുന്ന സമയത്ത്. ഇപ്പം പുള്ളി കാരണം പുള്ളി എന്താ അറിയില്ല, ഇപ്പൊ ഈയിടെ അല്ല ബിഗിനിങ് ടൈമിൽ പുള്ളി ഒരുപാട് നമ്മളെടുത്ത് പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഞങ്ങൾക്ക്. ഇപ്പൊ നമ്മൾ അതിനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല. അല്ല അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ആരെങ്കിലും പറയാൻ വേണ്ടിയാണ് അത് ഇട്ടതെന്ന്. പിന്നെ അച്ഛൻ വിഷുവിന് നമ്മൾ 5 മക്കളെയും വിളിച്ചിരുത്തിയിട്ട് നമുക്ക് എല്ലാവർക്കും കൈ തരും. ആണോ? അയ്യോ കൊള്ളാം. 5 മക്കൾക്കും കൈ നീട്ടം തരും. അയ്യോ അത് കൊള്ളാം. ദേവൻ സാറിന് നമ്മൾ ഇന്റർവ്യൂവിലൊക്കെ സിനിമയിൽ കാണുന്നതിൽ കൂടുതലും വില്ലനായിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണുന്നതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിലാണ് അല്ലാതുള്ളൊരു സാറിന്റെ സംസാരവും കാര്യങ്ങളൊക്കെ കാണുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനത്തെ ഒരു രീതിയിലാണ് സംസാരിക്കാൻ പറയുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം കേൾക്കുമ്പോൾ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലേ സാറിന്റെ? ഏറ്റവും ഭയങ്കരമായിട്ട് നോട്ടീസ് ഒബ്സർവ് ചെയ്ത ഒരു കാര്യം എന്താ ദേവൻ സാർ? ക്ഷമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ബിഗിനിങ്ങിലൊക്കെ നമ്മൾ തെറ്റിക്കുമ്പോഴും പുള്ളി കൂളായിട്ട് നിന്നിട്ട് ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഒരു കാര്യം ഈ പറഞ്ഞതിൽ ഒരു കാര്യമാണ്. ബാക്കി എന്തെങ്കിലും ഓർമ്മ അങ്ങനെ ഭയങ്കര ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണെന്നുള്ളൊരു എന്താണ് ചിലര് കൊറേ കണ്ടീഷൻസ് കാണുമല്ലോ, അത് വേണം ഇത് വേണം, അങ്ങനെയൊന്നുമില്ല അച്ഛന്. ഒരു വേർതിരിവില്ല, എല്ലാരും നമ്മുടെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് അച്ഛൻ എന്ന് വന്നിട്ട് ഞങ്ങൾ ആർട്ടിസ്റ്റുകളാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാരും ഈക്വൽ ആയിട്ടാണ് എപ്പോഴും ഞങ്ങളെ അച്ഛൻ വരുന്ന സമയത്ത് ഞങ്ങളുടെ റൂമിൽ വന്നിട്ട് ഞങ്ങളൊക്കെ ഗുഡ് മോർണിംഗ് പറഞ്ഞു അത് ഇങ്ങനെ നമ്മൾ എവിടെ ഇരുന്നാലും അച്ഛൻ അവിടെ വരും. ഓ അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്ന് കാണും, ചോദിക്കും നാളെവിടെ എവിടെ. അങ്ങനെ ചോദിക്കും. ഇപ്പം വരുമ്പോഴും അങ്ങനെ തന്നെ, പോകുമ്പോഴും അങ്ങനെ തന്നെ. ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. അതെ, നമ്മൾ പുള്ളിയുടെ പറഞ്ഞോ അല്ല പുള്ളി ഈ ഒരു അഭിനയം അല്ലെങ്കിൽ ക്യാരക്ടർ ആക്ടർ എന്നുള്ള ഉപരി പുള്ളിയുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ ഒരു പുള്ളിയുടെ ക്യാരക്ടർ വളരെ നല്ല ക്യാരക്ടറാണ്. വ്യക്തി എന്നുള്ള നിലയ്ക്ക് പുള്ളി അടിപൊളിയാണ്. ആദ്യം ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു പോയി സംസാരിക്കാൻ. ഞങ്ങളടുത്ത് സംസാരിക്കും. ഇതുവരെ മക്കളും അച്ഛന്മാരും തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുക. ഇതാണല്ലോ എന്റെ 5 മക്കളെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇനി മുതൽ എനിക്ക് 6 മക്കളാണെന്ന് പറഞ്ഞ അച്ഛനൊരു മോളും കൂടെ ഉണ്ട്. അതിൽ എന്തെങ്കിലും കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയുമ്പോ പറയും, മോളെ അച്ഛൻ ഇന്നലെ ഉണ്ടല്ലോ, ഇങ്ങനെ പറയുന്നത്. സ്വയം പറയുന്നത്. അയ്യോ ശരിക്കും മക്കളെ പോലെ തന്നെയാണ് സാറ് കാണുന്നത്. അത് വലിയൊരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഡേ നിങ്ങൾ ആദ്യം ഷൂട്ടിന് വന്നത് ഓർമ്മയുണ്ടോ? അങ്ങോട്ടെ എന്തെങ്കിലും ഒരു മൊമെന്റ് ഓർമ്മയുണ്ടോ? പേടിയോ അങ്ങനെ എന്തെങ്കിലും? ഓർമ്മയാണെന്ന് തോന്നുന്നു. ഇല്ലില്ല, നമുക്ക് ഷൂട്ട് തുടങ്ങണേ ഞങ്ങൾക്ക് തുടങ്ങുന്നതിന് മുന്നേ ഓൾറെഡി അവർക്ക് വേറെ ടീംസിന് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു, അയ്യോ ഭയങ്കര പാടാണ്, ഭയങ്കര കലിപ്പാണെന്നൊക്കെ. ചെറിയൊരു പേടി ഉണ്ടായിട്ടാണ് പോകുന്നത്. ആക്ച്വലി പൈലറ്റ് എപ്പിസോഡ് ചെയ്ത വേറെ ഡയറക്ടർ. ഓക്കെ, അതാരാ ഞാൻ പറയുന്നില്ല. വേറൊരു സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റിൽ സിനിമയില് ആക്റ്റീവ് ആയുള്ള ഡയറക്ടറായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ കൂടി നമുക്ക് ഒരു കുട്ടി കരയൊക്കെ ചെയ്തു വന്ന്. അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു അയ്യോ അടുത്ത ദിവസം പോകുമ്പോ എന്താവും, നമ്മളൊക്കെ ആദ്യത്തെ സീരിയലാണല്ലോ. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ, ഒരു ഐഡിയ കാണുന്നില്ലല്ലോ, ഐഡിയ അറിഞ്ഞൂടല്ലോ എവിടെയാണ് നിൽക്കേണ്ട പൊസിഷനും ക്യാമറ ഫേസ് ചെയ്യുമ്പോഴൊക്കെ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം ഡയലോഗ് പ്രസന്റേഷൻ ചെയ്യുമ്പോഴും അതിന്റെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാ നിങ്ങൾ മൂന്നൂര് സീരിയലിലേക്ക് വന്നത്? ഫസ്റ്റ് എന്റെ ഇത് ഫസ്റ്റ് സീരിയൽ അല്ല, ഞാൻ ആദ്യം ചെയ്തത് തമിഴിലായിരുന്നു. തമിഴിലല്ലേ സ്റ്റാർട്ട് ചെയ്തത്. അതിലൊരു ലീഡിങ് നെഗറ്റീവ് റോൾ ആയിരുന്നു. അതിന്ന് എന്റർലി ഡിഫറെന്റ് ആണ് ഇവിടുത്തെ സീരിയൽ. ഞാൻ ചോദിക്കാൻ വരായിരുന്നു, ഒരു സീനിയർ ആർട്ടിസ്റ്റിനെയാണോ ഈ ട്രോളിക്കൊണ്ടിരുന്നത്? കളിയാക്കണ്ട, പോവും നമ്മൾ എന്തെങ്കിലും ഒരു നാൾ നമ്മൾ എല്ലാ ഭാഷയിലും നിങ്ങൾക്ക് എന്ന് പറയും. അയ്യോ ഞാൻ ആക്ച്വലി മൂവിയില് അസിസ്റ്റന്റ് ഡയറക്ടറായി ജോയിൻ ചെയ്ത 2012-13 കാലഘട്ടത്തിൽ. പിന്നെ ലൈൻ പ്രൊഡ്യൂസറായി, പ്രോജക്ട് ഡിസൈനറായി. ആക്ടർ ആവാൻ യാതൊരുവിധ ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. ഇല്ല, ഞാൻ ഡയറക്ഷൻ ആയിരുന്നു എന്റെ പേഷൻ. അങ്ങനെ ഫസ്റ്റ് മൂവി ഡയറക്ഷൻ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ആദ്യം മൂവിയിൽ അഭിനയിക്കുന്നത്. എന്ന് പറഞ്ഞ മൂവി.
ഷൈൻ ടോം ജാക്കോ പേളിമാനൊക്കെ അതിനകത്ത് പോലീസായിരുന്നു ഫസ്റ്റ് അഭിനയിക്കുന്നത് അതിനകത്ത് ആക്ച്വലി. പക്ഷെ അതെനിക്ക് ഭയങ്കര കംഫോർട്ട് സോൺ ആയിരുന്നു, കാരണം എല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു, ഡയറക്ടർ എല്ലാം എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട്. അപ്പം പറയുമ്പോൾ അത് സിംഗ് സൗണ്ട് ആയിരുന്നു. എനിക്ക് മനസ്സിലായി. പക്ഷെ അവിടുന്ന് ഇവിടെ വന്ന് അതിനുശേഷം ഞാൻ വേറെ 1-2 ചെറിയ മൂവി ചെയ്തായിരുന്നു. പിന്നെ ഞാൻ ഡയറക്ഷൻ ചെയ്യാൻ വെച്ച പ്രോജക്റ്റ് 1-2 പ്രശ്നങ്ങളും കൊറോണയൊക്കെ വന്ന ആ ഒരു ടൈമിലൊക്കെ ആയതുകൊണ്ട് അതൊക്കെ. ചേട്ടൻ ഷോർട്ട് മൂവിയാണോ മൂവിയാണോ? അല്ല, മൂവി തന്നെ ഡയറക്റ്റ് ചെയ്യണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് കൊറോണയൊക്കെ, ലോക്ക്ഡൌൺ ടൈമിലാണ് ആക്ച്വലി അല്ലേ നമ്മുടെ സീരിയൽ ലോക്ക്ഡൌണിന്റെ അവസാന ഘട്ടങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഈ സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഓർമ്മ. അപ്പം ഇതിലിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് ഇവിടെ വന്നപ്പം എനിക്ക് ആ മൂവി ചെയ്തതിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ മൂവിയിൽ വലിയ സംഭവമായിട്ട് അഭിനയിച്ചു എന്ന് എനിക്കിപ്പോ അത് കാണാൻ തോന്നാറില്ല. അതെ, നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് എടുത്ത് നോക്കുമ്പോ അറിയാം അപ്പോഴത്തതും ഇപ്പോഴത്തെ കൂടെ ഭയങ്കരമായിട്ട് മോൾഡ് ചെയ്ത് വന്നു. എന്ന് വെച്ചാൽ പല ആൾക്കാര് ഡയറക്ഷൻ ചെയ്തതിന്റെ ഓരോ ഇത് അറിയാൻ പറ്റും. അല്ല, ഇപ്പം പഠിച്ചു പൂർണ്ണതയിലും അങ്ങനെയല്ല പറയുന്നത്. മനസ്സിലായി. ഒരുപാട് ചേഞ്ച് സ്റ്റിൽ ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, ചേട്ടന് ശരിക്കും ഇനി മൂവി ഡയറക്ട് ചെയ്യണം അങ്ങനത്തെ? ഞാനിപ്പോ എന്റെ സ്ക്രിപ്റ്റ് വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്, അതിന്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നല്ല ആളെ കുറച്ചും ഇങ്ങോട്ട് ട്രോൾ ചെയ്ത് ഇനി ഡയറക്ടറായിട്ട് കാണാൻ പോകുന്ന ആളാണ് ഈ. അല്ല, എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു വേഷം തരാതിരിക്കൂല, അത് വേറെ കാര്യം. എന്നാ ഞാനും സംഭവിക്കാന്നൊക്കെ പറഞ്ഞാല് ഒരു പരിധിവരെയൊക്കെ ലക്കാണ്, വലിയൊരു ഫാക്ടറാണ്, വലിയൊരു ഘടകമാണ്. ചേട്ടന് പണ്ട് നേരത്തെ കൊച്ചായിരുന്ന സമയത്ത് തൊട്ടേ ഈ പറഞ്ഞ ഡയറക്ഷൻ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽഡിലോട്ട് വരണം തന്നെയായിരുന്നു ആഗ്രഹം? അല്ല. ഓക്കെ, ഞാൻ LP സ്കൂൾ പഠിക്കുമ്പോ എന്നോട് ടീച്ചർ ചോദിച്ചു നിങ്ങൾക്ക് ആരാവണം ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു ശാസ്ത്രജ്ഞനാണോ. സത്യം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യബോധമൊന്നും ഇല്ലായിരുന്നു, എവിടെ പോകണം പോയി. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് എനിക്ക് കൂടുതൽ അതിനോടൊരു കമ്പം തോന്നുന്നു, ഡയറക്ഷൻ ചെയ്യണം. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് ഫിലിം സംഭവമൊക്കെ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ തന്നെ ട്രൈ ചെയ്തു. ഭയങ്കര കോമഡി സംഭവമാണ്, ഞാൻ പറയുന്നില്ല. ഇല്ല, ആക്ച്വലി ഞാൻ അത് ഡ്രോപ്പ് ആയപ്പോൾ പിന്നെ ഞാൻ വിട്ടു. അതിനെ പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എനിക്ക് സിനിമയിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറായി കയറി. ആ പടത്തിന് തന്നെ ലൈൻ പ്രൊഡ്യൂസറായി. ആ പടം ഈവൻ സെൻസർ ചെയ്യിക്കുന്നതും റിലീസ് ചെയ്യിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ. അതിന്റെ ഡയറക്ടർ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നു പറയുന്നതാണ് സത്യം. പുള്ളി എന്നെ ട്രസ്റ്റ് ചെയ്തു. പുള്ളി എന്നിൽ കൂടുതൽ അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വലിയൊരു പ്രോജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്തപ്പോ ഞാൻ തന്നെ റിലീസ് ചെയ്തു. അതെ, അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം പറയും. എന്നിട്ട് അത് റിലീസ് ചെയ്തു. പക്ഷെ വിചാരിച്ച എന്താ പറയാ, വിചാരിച്ചത്ര അല്ലെങ്കിൽ ആ രീതിയിൽ ഒന്നും കേറിയില്ല. സത്യമാണ്. ആക്ച്വലി മൈഡിയർ കുട്ടിച്ചതിന് ശേഷം രണ്ടാമത്തെ 3D മൂവി ആയിരുന്നു അത് മലയാളത്തില് നമ്മൾ തുടങ്ങിയപ്പോ. രക്തരക്ഷ 3D എന്ന് പറഞ്ഞാൽ അനന്യയും സണ്ണിവേനും സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് രണ്ടാമത് അഭിനയിച്ച ഈ. പക്ഷെ ആ പടം അങ്ങോട്ട് കലങ്ങിയില്ല. കുഴപ്പമില്ല, ഇനി എന്തായാലും പുതിയ അടുത്ത സിനിമ ഡയറക്ട് ചെയ്യാൻ. പിന്നെ അതിനുശേഷം വീണ്ടും ഞാൻ ലൈബ്രറീസിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ പോകുന്നു. പിന്നെ കുറച്ച് ഗ്യാപ്പ് വരുന്നു. ആ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ പിന്നെ വീണ്ടും ഡയറക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ കൊറോണ വന്നു, എല്ലാം ലോക്ക്ഡൌൺ വന്നു. അതിനുശേഷമാണ് ഈ കൊറോണ ലോക്ക്ഡൌൺ ടൈമിലാണ് ഇതിലേക്ക് എങ്ങനെ ചേട്ടൻ എത്തിയത്? ഇപ്പം ഈ ആക്ടർ ഇത്രയും നേരത്തെ ആക്ടിങ് ഒരു ഇതുമില്ല, പെട്ടെന്ന് ആക്ടറിലോട്ട് വന്നത് എങ്ങനെയാണ്? ആ ഒരു ടൈമില് എനിക്കൊരു കോള് വന്നു. ഇതിന്റെ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ ദിവ്യദർശൻ, പുള്ളി ചിങ്കുബ്രോ എന്നെ ചിങ്കു എന്നാണ് അടുത്തറിയുന്നത് വിളിക്കുന്നത്. ചിങ്കുബ്രോ നമ്മളെ വിളിക്കുന്നത് എന്നല്ല, എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ശ്രീകാന്ത് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളിക്കാരനെ വിളിക്കുന്ന പുള്ളിക്കാരനാണ് എന്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത്. അപ്പൊ പുള്ളി അത് കണ്ടിട്ട് എന്നെ വിളിക്കുന്നു, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്, ആക്ടിംഗിലേക്ക് വരുന്നത്, ഇതിലേക്ക് സീരിയലിലേക്ക് വരുന്നത്. ഓക്കെ, അടിപൊളി. ചേച്ചിന് മുന്നേ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അപ്പം അതിന്റെ AD വഴിയാണ് ഇതിലേക്ക് വരുന്നത്. പക്ഷെ എന്താണ് സീരിയലാണോ എന്താണെന്നൊന്നും അറിയില്ല. ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ മോളെ കുറച്ച് ഫോട്ടോസും റീൽസും വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അയച്ചു കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പുള്ളി വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ കന്യാദാനം എന്ന് പറഞ്ഞൊരു സീരിയല് ദേവൻ സാറിന്റെ മോളായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഓഡീഷൻ ആയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കൊരു ഉണ്ടായിരുന്നല്ലോ, സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവര് ക്യാരക്ടറിന് ആപ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു മോക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം അതില് ചില ചേഞ്ചസ് ഒക്കെ വന്നിരുന്നു. പിന്നെ നിങ്ങൾ 3 പേരിലും എനിക്ക് തോന്നുന്നു ചേച്ചിക്കായിരിക്കും കുറച്ചും കൂടെ ഫോളോവേഴ്സും ഇൻസ്റ്റയില് ഒരു ഇൻഫ്ലുവൻസർ ലെവലിൽ നിൽക്കുന്നത്. ഇൻഫ്ലുവൻസർ എന്ന് പറയട്ടെ, 1 മില്യൺ 2 മില്യൺ 3 മില്യൺ ഒക്കെ റീച്ച് ഒക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസർ യൂട്യൂബിലും ഉണ്ടല്ലേ. യൂട്യൂബിലും ഒക്കെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന് മുന്നേ ഈ മോഡലിംഗ് ഇല്ലെങ്കിൽ ഇൻസ്റ്റ അങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നോ?
അല്ല ഞാൻ ഇതേപോലെ റീൽസ് ഇപ്പോഴാണല്ലോ വന്നത്. അതിന് മുന്നേ ടിക്ടോക്ക് അങ്ങനെ ചെയ്യായിരുന്നു. ആ മ്യൂസിക്കലി അതൊക്കെ ചെയ്യായിരുന്നു. അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ അതൊക്കെ ആ ഒരു സമയം അതിന്റെ ഒരു ട്രെൻഡ് ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ആക്റ്റീവ് ഒന്നും അല്ലാതെ സീരിയലിന് ശേഷമാണ്. ആ ഇൻസ്റ്റയൊക്കെ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു ശേഷം. ചെയ്യും. ഓക്കെ, ചേച്ചിയുടെ നുണക്കുഴിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്ന ഒരു ഫാക്ടർ. അമ്പുവിന്റെ ഹസ്ബൻഡിനുണ്ട്, മോനും ഉണ്ട് നുണക്കുഴി. ആണോ? അടിപൊളി. ഞാൻ ഇപ്പം നിങ്ങളുടെ ഫസ്റ്റ് കന്യാദാനത്തിന്റെ ആദ്യത്തെ എനിക്കൊന്ന് സൂര്യയിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റർ എന്തോ ആണെന്ന് തോന്നുന്നു, ക്യാരക്ടർ പോസ്റ്റർ അങ്ങനെ എന്തോ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വായും തുറന്ന് നിൽക്കുന്നത് ഒരു വൈറ്റ് സാരിയാണല്ലേ? അങ്ങനെ എന്തോ സമ്മാന മഴയെന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിന് താഴത്തെ കമന്റ്സ് കാണണം, നുണക്കുഴി കണ്ടു, ഈ കുട്ടിയുടെ നുണക്കുഴി എനിക്ക് ഇഷ്ടമായി, നുണക്കുഴിയാണ് കമന്റ്സിൽ. അപ്പൊ തൊട്ടേ ഞാൻ നോട്ടീസ് ചെയ്തു. പിന്നെ റീലിലെല്ലാം സൈഡ് ആംഗിൾ ചേച്ചിയുടെ ഹൈലൈറ്റ് കിടപ്പുണ്ട്, ഞാൻ അങ്ങനെ കൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. നമ്മുടെ കന്യാദാനത്തിന്റെ തന്നെ സൂര്യ അവരിട്ടിരുന്ന ഒരു ഒഫീഷ്യൽ പോസ്റ്ററില് ഫാമിലി ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. ഈ ആക്ടിങ് കാര്യങ്ങളെല്ലാം ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. ഓ അതന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം തന്നെയാണ് ഈ ഫീൽഡിൽ വന്നത്. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചിയെ പറ്റിയിട്ട് ഇഷ്ടംപോലെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, ചുമ്മാ സെർച്ച് ചെയ്താൽ മതി. അതിലിങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്. ചേച്ചിയുടെ ഫാമിലി ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്നൊക്കെ പറയുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. യൂട്യൂബിനകത്ത് നമ്മളെ കുറിച്ചൊക്കെ ചുമ്മാതെ സാലറി ഒന്നും ഇല്ല, സാലറി ഇല്ലെന്നല്ല, കള്ളം പറയോ, കൂടി എമൗണ്ടൊക്കെ അവർക്ക് തോന്നിയത് അങ്ങ് പടച്ചു വിടുക. ദിവസം 25,000 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? ഞാനൊക്കെ അന്തം വിട്ടുപോയി. സംഭവം എന്താണെന്നറിയോ, ഗേൾസിന് കൂടുതലും ബോയ്സിന് കുറവായിരിക്കും. പാവപ്പെട്ട നമ്മുടെ അച്ഛൻ ദേവൻ സാറിന് ഒരു കുറവായിട്ടായിരിക്കും കൊടുക്കുന്നത്. ചേച്ചി ഇപ്പൊ സാരി എടുത്തോണ്ടിരിക്കുന്നോണ്ട് ചോദിക്കുകയാണ്, പൊതുവെ നമ്മൾ ഈ സീരിയലുകൾ അഭിനയിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കേട്ടുള്ള ഒരു മിത്ത് പോലൊക്കെ ആണെങ്കിൽ പറയാം, ഇഷ്ടംപോലെ ഡ്രസ്സ് വേണം, സാരി ഒന്നും റിപ്പീറ്റ് വരരുതെന്ന്. അങ്ങനെ ശരിക്കും ഉണ്ട്. കാര്യം നമ്മള് ഒരു സീന് യൂസ് ചെയ്തത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അമ്മേ, നമ്മളിപ്പം അത്യാവശ്യം കുറെ സാരികൾ നമ്മുടെ കയ്യിൽ കരുതിയേക്കും ചെയ്യാം. എപ്പോഴെന്ന് വെച്ചാൽ കുറെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമുക്ക് ആൾക്കാർ മറന്നു വരുന്ന ടൈം ഉണ്ടല്ലോ, ഈ സാരി ഇന്ന ദിവസമാണ് ഉടുത്തത് എന്നുള്ള ടൈം മറന്നു വരുന്ന ടൈമിൽ നമ്മൾ ഇന്ന് വരെ നമ്മുടെ സീരിയൽ അങ്ങനെ ഒരു കമന്റ് വന്നിട്ടില്ല. റിപ്പീറ്റ് ആയിട്ടാണ് ഇടുന്നത്, യൂസ് ചെയ്തത് തന്നെ സാരി. അപ്പൊ ശരിക്കും നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങണം? എല്ലാം ഓൺ കോസ്റ്റ്യൂം ആണ്. ഓക്കെ, അതൊക്കെ നമുക്ക് ഭയങ്കര ഓർണമെന്റ്സ് കോസ്റ്റ്യൂം എല്ലാം നമ്മൾ തന്നെ വാങ്ങിക്കുന്നത്, നമ്മൾ തന്നെയാണ്. ഇത്ര എപ്പിസോഡ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോ എത്ര സാരി കാണുമല്ലേ ശരിക്കും? ഇതൊക്കെ റീയൂസ് ചെയ്യോ? ഇതെല്ലാം വാങ്ങുന്നതൊന്നും അല്ല കേട്ടോ, ഉള്ള സത്യം പറയാലോ, എല്ലാം ഇരവാ. അല്ല ഞാൻ പറയാം, ഇതെല്ലാം ഇരവാ. എന്ന് വെച്ചാൽ എന്റെ റിലേറ്റീവ്സ്, എന്റെ വീടിന്റെ അടുത്തുനിന്നുള്ള ചേച്ചിമാര്, അമ്മമാരെല്ലാരും അവരെ പറയാതിരിക്കും. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കന്യാദാനത്തിൽ വരാൻ രാവിലെ വന്ന് ഡോർ നോക്കുമ്പോ അയലിട്ട സാധനം കാണില്ല. അശ്വതി നീ സാരി എടുത്താലോ? നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലേ? ഇല്ല, നമ്മളൊരു അയലിന് പോയി എടുക്കാൻ പോകില്ല. ഇത് റിഡക്ഷനിൽ വെക്കും കടയില്, 4 ഷർട്ട് 600 എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പോയി വാങ്ങും. ഞാൻ തുടങ്ങിയ ബിഗിനിങ്ങില് ഞാനങ്ങനെ ബ്രാൻഡ് നോക്കി വാങ്ങായിരുന്നു. ഞാനൊരു കാലഘട്ടം മുതൽ ബ്രാൻഡ് യൂസ് ചെയ്യണം എന്നൊരു ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ ഇതിലും ബ്രാൻഡ് ഇടാം. ഇത് മുതലാവില്ല. അത് മാത്രല്ല, ബ്രാൻഡിട്ട് കോസ്റ്റ്യൂം ഇടാൻ പറ്റില്ലേ? ലോഗോ ഞാൻ അതാണ് ചിരിച്ചു പോയത്. ഭയങ്കര കാര്യത്തിൽ വന്ന് ഷോ കാണിക്കാൻ വേണ്ടിയിടും. അതിലൊരു പ്രശ്നം എന്താ അറിയോ, മുതലാവത്തില്ല. ശരിയല്ലേ? അയ്യോ, അത് ഭയങ്കര പാടാ. നിങ്ങൾ രണ്ടും സിനിമയിൽ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ട്? ഒരു ഇക്കാക്ക എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തിട്ടുണ്ട്. അത് വിളിച്ചപ്പോ നീ പോയില്ലേ? എനിക്ക് വിളിച്ചോ? എനിക്ക് ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു വട്ടം. അവാർഡൊക്കെ വാങ്ങാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ്.
അത് പറ. അങ്ങനെയൊന്നുമില്ല. മികച്ച നടി ഇത് വേറെ സീരിയല്ല, ഇത് കന്യത തന്നെ, ചുമ്മാ ഇരി. അത് കുഴപ്പമില്ല. നമുക്ക് ഞാനിപ്പോ ഒരു സിനിമയുടെ കാര്യം വരെ ചോദിച്ചില്ലേ, അതുകൊണ്ടൊരു പ്രശ്നമില്ല. അയ്യോ, അതിന് പേര് എന്തായാലും നമ്മൾ ഏറി കയറാറായി. അല്ലാതെ എന്തായിരുന്നു സത്യജിത് റായ് അതിന്റെ ആദ്യമായിട്ടായിരിക്കും ഒരാള് അവാർഡ് വാങ്ങിക്കാൻ പോകും. പേരെനിക്കറിയത്തില്ല, പക്ഷെ എനിക്കൊരു അവാർഡ് ഉണ്ട്. അല്ല, അപ്പൊ അതിന്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ സീരിയൽസ് ഒരേ സമയത്ത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാരും ചെയ്യുന്നുണ്ട്. ഞാനും ചെയ്യുന്നുണ്ട്, നമ്മൾ രണ്ടുപേർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആണോ ക്യാരക്ടർ സ്വിച്ചിങ് ഒക്കെ? പാടാണ്. എല്ലാ സ്ഥലത്തും ഒരേ ആക്ഷൻ. അല്ല, കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. ഈ ചേട്ടൻ അങ്ങനെയാണ് കേട്ടോ, മാറില്ല തോന്നുന്നത്. വെറുതെ തള്ളുന്നത്, അവിടെ ചെന്ന് പിന്നെ ക്യാരക്ടറിലേക്ക് കയറാൻ 10 മിനിറ്റ് ടൈം എടുത്ത് അതല്ല. അങ്ങനെയല്ല, ക്യാരക്ടർ സ്വിച്ചിങ്ങിന്റെ പ്രശ്നമല്ല, കുറച്ച് ഹെക്ടിക് ആവും ഷൂട്ട്, കുറച്ച് ഹെക്ടിക് ആവും, അതാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. വേറെ ചാനൽ ഞാൻ വേറെ ഏഷ്യാനെറ്റ്, നമ്മൾ രണ്ടുപേരും എനിക്കറിയാം ഏഷ്യാനെറ്റിലെ സീരിയൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ലേ, സീരിയൽ കണ്ടില്ല എന്ന് ആരും കാണുന്നവർ ചിലപ്പോൾ കമ്പ്യൂട്ടർ സീരിയൽ കാണാനോ വന്നിരിക്കുന്നത്. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന, എനിക്ക് അവിടെ TV ഇല്ല. പിന്നെ ഇത് വീട്ടിൽ വരുന്ന 2-3 ദിവസം. അയ്യോ, ഞാൻ വയനാടായിരുന്നു പഠിക്കുന്നത്, എനിക്ക് നെറ്റും കാര്യങ്ങളും കിട്ടാറില്ല. ഇല്ല, റേഞ്ച് സീരിയസ് ആയിട്ട് പറയട്ടോ, റേഞ്ച് ഭയങ്കര ഷോക്കാണ്. ഞാൻ കയറാറില്ല, അങ്ങനെ കാണാറില്ല. ആപ്പൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഒരു ആപ്പും ഇല്ല. ഞാൻ മറ്റേ ഹോട്ട്സ്റ്റാർ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനങ്ങളും എൻ്റെ ഫോണിൽ ഇപ്പോഴും ഇല്ല, വേണമെങ്കിലും നോക്കാം. പിന്നെ ചേച്ചിയുടെ കാണുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫ്ലെക്സിൽ ഫോട്ടോ ഞാൻ കണ്ടിട്ട് ഞാനിങ്ങനെ ചോദിച്ചായിരുന്നു, ആ ആക്ടറിനെ കണ്ടിട്ട്, വിശാൽ രാമചന്ദ്രൻ, നായകനെ കണ്ടിട്ട് ഞാനിങ്ങനെ ചോദിച്ചായിരുന്നു. വേണ്ട, കട്ട് ചെയ്യുന്നു. അങ്ങനെ കണ്ട് ചോദിച്ചു. പിന്നെ വീട്ടിൽ വന്നപ്പം അമ്മൂമ്മയൊക്കെ സീരിയൽ കാണാറുണ്ട്. അപ്പൊ അമ്മൂമ്മയോട് അങ്ങനെ ചോദിച്ച് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് എനിക്കറിയാം, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു കുഞ്ഞി റാപ്പിഡ് ഫയർ പോലത്തെ ഒരു ഗെയിം സെക്ഷനിലോട്ട് പോകാം. കാര്യമായിട്ടൊന്നുമില്ല, കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ 3 പേരിലെ ജസ്റ്റ് കാഷ്വൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതിൽ ആരാന്നുള്ളത് പറഞ്ഞാൽ മതി. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ആപ്റ്റ് ആരാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, മിക്കവാറും ഇവിടെ തല്ല് നടക്കും. നിങ്ങൾ രണ്ടുപേരും മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഏറ്റവും കൂടുതൽ റീടേക്ക് പോകുന്നത് ആരാ? അങ്ങനെ പോവോ? സത്യം അങ്ങനെ ആരും ആരംഭത്തിൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു, എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒറ്റത്തേക്കാ? എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു റിഹേഴ്സൽ അവർ നടത്തി അതേ ഡയലോഗ് ഒക്കെ പറഞ്ഞു തന്നിട്ട് ഒരു റിഹേഴ്സൽ നടത്തിയിട്ടായിരിക്കും ടേക്ക് പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, കന്യാദാനത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രവീൺ ഡയറക്ടർ, പ്രവീൺ പ്രകാശനാണ് ഡയറക്ടറിന്റെ പേര്. പ്രവീൺ ചേട്ടന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിംഗിൾ ഷോട്ട് ആണ് എടുക്കുന്നത്. കൂടുതലും സിംഗിൾ ഷോട്ട്സ് ആണ്. സിംഗിൾ ഷോട്ട് ആണ്. അപ്പം ആദ്യം ഒരു റിഹേഴ്സൽ നടത്തും, പിന്നെ നമ്മള് എടുത്തു നോക്കുമ്പോഴത്തേക്കും പുള്ളി ഫസ്റ്റ് റിഹേഴ്സലിന് മുന്നേ തന്നെ പറയും, മോളെ ഇതിങ്ങനെയാണ്, ഇതിവിടെയാണ്, ഇതിങ്ങനെയാണ് വരേണ്ടത്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകൾ കംപ്ലീറ്റ് റെഡി. അപ്പം ഇതിന് മുന്നത്തെ സംഭവങ്ങൾ ഇന്നതായിരുന്നു കഴിഞ്ഞു പോയത്, അപ്പൊ നിങ്ങളുടെ ഇമോഷൻ ഇങ്ങനെയാണ്, ഇതിന് ശേഷമുള്ള സീക്വൻസ് ഇങ്ങനെയാണ് എന്ന് വ്യക്തമായിട്ടൊരു ധാരണ പുള്ളി നമുക്ക് തരും. അതുകൊണ്ട് തന്നെ നമ്മള് ആക്ഷൻ പറയുന്നതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് അറിയാം ഇന്നതായിരിക്കും, ഇത് നമ്മുടെ എന്ത് മൂഡിലാണ് നമ്മള് പുള്ളി കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡയറക്ഷൻ തരും, ഇതാണ് ചെയ്യേണ്ടത്. വ്യക്തമായ ഐഡിയ നമുക്ക് സ്പേസ് തരും ചെയ്യാനായിട്ടേ. ഇപ്പം സാധാരണ സീരിയൽസിൽ കാണുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, വേറൊരാൾ വരുന്നു, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. പക്ഷെ പ്രവീൺ ചേട്ടനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമുക്ക് എപ്പോഴും തരാറുണ്ട്. എണീക്കണമെങ്കിൽ എണീക്കാം, ഇരിക്കണമെങ്കിൽ ഇരിക്കാം, ഇത്രയും സ്പേസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോ, ഇവിടെ പോ. അപ്പം അടുത്ത ഷോട്ടിൽ ഇത് ക്ലോസ് വെക്കും, അതുകൊണ്ട് ഇവിടെ വരണം, അങ്ങനെ ഇല്ല. നമ്മൾ എവിടാണോ നിൽക്കുന്നത് അവിടെ ക്ലോസ് വെക്കും. അത് പ്രവീൺ ചേട്ടൻ്റെ ഒരു ഭയങ്കര ഒരു ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് 3 പേർക്ക് ഏറ്റവും അഭിനയിക്കാൻ പാടുള്ള ഇമോഷൻ ഏതാ? കരച്ചില്? ഇഷ്ടമുള്ളത് എനിക്ക് അഭിനയിക്കാൻ ഏറ്റവും ഇഷ്ടം സെന്റിമെന്റ്സ്, അതായത് കുറച്ച് കരയുന്ന സംഭവങ്ങൾ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. കുറെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കരയുന്നൊക്കെ കുറച്ച് പാടാണ് ചെയ്യാറുണ്ട്, ഭയങ്കര ഇഷ്ടമല്ലേ? അല്ല, അത് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എനിക്ക് അത് കുറച്ചും ചെയ്യാൻ ആഗ്രഹമുള്ളതാണ്. എനിക്കും ഇമോഷണൽ സീൻസ് ആണ് ഇഷ്ടം ചെയ്യാൻ. കാര്യം എന്റെ ക്യാരക്ടറും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ആണ് ഉള്ളത് ക്യാരക്ടർ. എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും പാട് കോമഡിയാണ്. എനിക്കും കോമഡി ചെയ്യാനാണ് ഇഷ്ടം. കോമഡി ചെയ്യാനാണ് ഇഷ്ടം.
ഓക്കെ. എനിക്ക് പാട് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് കോമഡി ചെയ്യാൻ. ഇവള് മറ്റേ പ്രേമത്തിൽ മറ്റേ പോലെ എനിക്ക് ഒരു പാടുള്ള സാധനം ചെയ്യാൻ എനിക്ക് ടഫ് സംഭവങ്ങളെ പറ്റുള്ളൂ. എനിക്ക് ടഫ് മാത്രമേ പറ്റുള്ളൂ. എനിക്ക് സിമ്പിൾ ഐറ്റംസ് വേണ്ട, അതൊക്കെ പാടുള്ള എന്തെങ്കിലും തരാം. അതല്ല, എനിക്ക് ഈ കോമഡി മീൻസ് ഈ നമ്മുടെ ഉർവശി ചേച്ചിയൊക്കെ ചെയ്യാറുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. എനിക്ക് അങ്ങനത്തെ ആരോ പണ്ടെങ്ങാനും പറഞ്ഞോളൂ ഊട്ടുറച്ചീനെ പോലെ ഉണ്ട്. ചേട്ടാ ഒന്നും മിണ്ടാതിരിക്കും. ഞാൻ ഇതെടുത്ത് അയാളുടെ തലക്കടിക്കും. 2-3 വട്ടം ഇങ്ങനെ വെറുതെ ആൾക്കാരെ കൊണ്ട് കമന്റ് ഇടണ്ടെന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കുമ്പോ ഇട്ട് തരാന്ന് അങ്ങോട്ട്. മിക്കവാറും ഈ അമ്പിളി ഓവറാണല്ലോ എന്ന് മിക്കവാറും പറയിപ്പിക്കാറുള്ള എല്ലാ വേലത്തരമാണ് ചേട്ടൻ കാണിക്കുന്നത്. ഇല്ല, എല്ലാരും കംപ്ലീറ്റ് ആയിട്ടല്ലേ കാണുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അല്ല, ഈ രഘുവിന്റെ ഫാൻസ് ആണ് കൂടുതലുള്ളത്. കുഴി ഇല്ലെന്നാ ചേട്ടാ തോന്നുന്നേ. നിങ്ങൾ ഉർവശി ചേച്ചിയായിട്ട് എന്നെ കണക്ട് ചെയ്തത് കേട്ടോ. അവള് പറയട്ടെ, ഇവരെ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ എന്തെങ്കിലും, ഇവര് മീൻസ് അയാള് സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു, ഇല്ല മിണ്ടാണ്ടിരുന്നു. ഞാൻ സംസാരിക്കുമ്പോ ഇങ്ങനെ തന്നെ. യൂസ് ചെയ്യോ? ചിലപ്പം നമ്മളല്ലാണ്ട് ഇപ്പം സിംഗിൾ ഷോട്ട് ആണല്ലോ, അപ്പം ചിലപ്പോ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ടൈം തരുവാണെങ്കിൽ ഗ്ലിസറിൻ വേണ്ട. ഗ്ലിസറിൻ വേണ്ട. പിന്നെ ഏങ്ങലടിച്ച് കരയാനാണെന്നുണ്ടെങ്കിൽ അത് ചേട്ടൻ തിരിച്ചു നിന്ന് തുപ്പിട്ട് തേക്കും. തിരിഞ്ഞു നിൽക്കും, എന്നിട്ട് ഇങ്ങനെ ഏതൊരു സിനിമയിലുണ്ടല്ലേ തിരിഞ്ഞു നിൽക്കും. തിരിഞ്ഞ് സാർ ഒരു മിനിറ്റ് സാർ ഇങ്ങനെ നിന്ന് കോളറൊക്കെ വെച്ച് തിരിഞ്ഞു നിന്നിട്ട് ഗാംഭീര്യ ലുക്കിന്റെ വില കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞു. കൂട്ടത്തിൽ ഏറ്റവും ഫണ്ണാരാ? ഫൺ ഇവള് അനിയത്തി ആയോണ്ടാ മൊത്തത്തിൽ നല്ല എന്റർടൈൻമെന്റ് ചെയ്യുള്ളൂ. ഞാൻ തന്നെയാണ്. ഇവള് സത്യം പറഞ്ഞാൽ പൊതുവെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എല്ലാരടുത്തും പോയി സൗണ്ട് ഇച്ചിരി നല്ലൊരു സൗണ്ട് ആണ്. അപ്പം പെട്ടെന്ന് കേൾക്കും. എല്ലാവരുടെയും ഇടയ്ക്ക് ഓടി നടക്കും. നല്ല ആക്റ്റീവ് ആണ്. ഏറ്റവും ലേറ്റ് ആയിട്ട് സെറ്റിൽ വരുന്നവരാ? പറയില്ല. എല്ലാ മിക്കവാറും ലേറ്റ് ആയിട്ടാ വരാറ്. ഇടക്കാലത്ത് സ്വന്തം കാറിൽ വന്നോണ്ടിരുന്ന സമയത്ത് എന്നും ലേറ്റ് ആയിരുന്നു. ഇപ്പം പ്രൊഡക്ഷൻ വണ്ടിയിൽ വരുന്നതുകൊണ്ട് കറക്റ്റ് സമയത്ത്. എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ ആവാവോ? എന്ന് സംഭവിച്ചു സാഹചര്യം കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ആരാ? എന്തെങ്കിലും ഒരു ഇത് പറയുമ്പോ, ക്യാരക്ടർ എന്തെങ്കിലും ഒരു സീൻ പറയുമ്പോ അയ്യോ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ആർക്കും ഇല്ല. നിങ്ങളെല്ലാരും കൂളാണ്, കൂൾ മൈൻഡറാണ്, കുഴപ്പമൊന്നും. ഏത് സീനാണേലും എന്ത് തന്നാലും ഞങ്ങൾ ഓക്കെയാണ്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനൊന്നുമില്ല. നമ്മള് ഒരേ സാധനം തന്നെ ആണുള്ളത്. അതെ, അതില് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാൻ വേറെ ഒരു സംഭവം വരുന്നില്ല. ഓക്കെ. ഈ ഒരു ആക്ഷൻ കട്ട് പറയുന്ന അത്രയും സെക്കൻഡ്സ് അഭിനയിച്ച് കഴിഞ്ഞിട്ട് സ്പോട്ടിൽ ക്യാരക്ടർ ചേഞ്ച് ആവുന്നവരാ? എല്ലാരും അപ്പം തന്നെ പിന്നെ ഫുൾ ആക്റ്റീവ് ആണ് അത്രയും സമയത്തെ കാര്യം. അത്രേ ഉള്ളൂ. സോഷ്യൽ ബട്ടർഫ്ലൈ എനിക്ക് തോന്നുന്നു ചേച്ചി തന്നായിരിക്കില്ല, ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. ആണ് ഓക്കെ. അപ്പൊ പിന്നെ ഞാൻ അതായിട്ട് ചോദിക്കുന്നില്ല. ചൈൽഡിഷ് ആരാ? പക്ഷെ എനിക്കൊന്ന് കുറച്ചും കൂടി അമ്പ് ഡെയിലി സ്റ്റോറി ഇടാൻ ട്രൈ ചെയ്യാറുണ്ട് ഞാൻ. പക്ഷെ അങ്ങനെ സ്റ്റോറി ഞാൻ ഇങ്ങനെ ഡെയിലി ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇടയ്ക്ക് വെച്ച് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ അങ്ങ് കുറച്ചങ്ങ് കുറഞ്ഞു. ഇല്ല, ഞാൻ എനിക്ക് റീൽസ് ചെയ്യാൻ ഞാൻ കൂടുതൽ ഇന്ന് ഒരു 2-3 എണ്ണം. പക്ഷേ ഇന്നലെ എന്തിട്ടുണ്ടായിരുന്നു? ഇന്നലെ റീമെൻഷൻ ചെയ്തത് ഇടിന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ. ചൈൽഡിഷ് ആരാ നിങ്ങളുടെ കൂട്ടത്തില്? ഞാൻ തന്നെ എല്ലാം ഫണ്ട്, എന്റർടൈൻമെന്റ്, ചൈൽഡിഷ് എല്ലാം ഒരു സകലകല വല്ലഭൻ എന്ത് വേണേലും. ഇവിടെ ഉണ്ടല്ലോ ഈ ചേട്ടനെ പിടിച്ചിരുത്തി കൊച്ചു പിള്ളേരെ പോലെ ഒരുക്കും കണ്ടിട്ടുണ്ട്. 2 സൈഡ് മുടിയൊക്കെ കെട്ടി ചേട്ടൻ ഇരുന്ന് കൊടുക്കും. ഈ ആളെ പുള്ളിക്കാരന് സെയിം അങ്ങനെ തന്നെയാ. തിരിച്ച് ക്യൂടെക്സ് ഇട്ട് കൊടുക്കും, ഒരുക്കി കൊടുക്കും. നിങ്ങൾ ബോണ്ടല്ലേ? അതെനിക്ക് മനസ്സിലായി. മുടി കെട്ടി പറഞ്ഞല്ലോ. പിന്നെ നല്ല അടിപൊളിയായിട്ട് പിന്നിട്ട് നല്ലവണ്ണം ഒരുക്കറിയാട്ടോ, മേക്കപ്പ് ഒക്കെ ചെയ്യാറിയാം. എനിക്ക് ഒരു ദിവസം മേക്കപ്പ് ഇട്ട് തന്നു. നല്ലായിരുന്നോ? നല്ല രീതിയിൽ ഇട്ട് തന്നായിരുന്നു. മൊത്തം പുട്ടിയടിച്ച് ഇങ്ങനെ കണ്ടോ. ഞാൻ എന്തോ പറ്റിയായിട്ട് നോക്കുമ്പോ ഒരു ഇഞ്ച് കണത്തിൽ പുട്ടിയടിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ മൊത്തം തുടച്ച് കളഞ്ഞപ്പോ നല്ലതായി. നിങ്ങൾ വിശ്വസിച്ച് കാണോ?
എല്ലാരും വിശ്വസിച്ചു. ഞാനിത് തുടങ്ങണതിന് മുന്നേ എന്താ ഇപ്പൊ മനസ്സിലായി. പാടവന്റെ വക കൊറേ ചളി കിട്ടും വരുമെന്ന് എനിക്ക് മനസ്സിലായി. എറിയ വാരി തുടങ്ങിയിട്ടുള്ളത് അവർക്ക് ഇത്ര ഡ്യൂറേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് സമയം ഉള്ളെങ്കിലും കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? അല്ല, ക്വസ്റ്റ്യൻസും കൊണ്ട് സമയം കുറവായതുകൊണ്ടാണ് നിങ്ങൾ ചളിയാണ് സമയം. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, നിങ്ങൾക്ക് സമയമില്ലാതെ ബാക്കിയുള്ളവരൊന്നും ഫ്രീ അല്ല, നമ്മൾ മാത്രം ഇന്ന് പോയി കഴിഞ്ഞിട്ട് ഇതേ സീരിയലിൽ തന്നെ ആർട്ടിസ്റ്റുകൾ നമുക്ക് ഇനിയും ഇന്റർവ്യൂ ചെയ്യാനുണ്ട്. ഇത്രയും നേരം നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യണം. അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇനി അച്ഛനെ പറ്റി കുറെ പൊക്കി പറഞ്ഞു. അച്ഛൻ എന്താ മക്കളെ പറ്റി പറയാനുള്ളത് ഞാൻ കേൾക്കട്ടെ. ഇല്ല, അച്ഛനെല്ലാം നല്ല കാര്യമായിരിക്കും പറയാൻ. നല്ലതേ പറയും. ഉറപ്പാ? പറഞ്ഞല്ലോ ഉള്ള കാര്യം പറ. കേക്കട്ടെ കേക്കട്ടെ, എന്നിട്ട് രണ്ടും കൂടെ ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് മക്കളെ പറ്റി പറയാനുള്ളത്? അച്ഛന് നല്ല അഭിപ്രായമായിരിക്കും. നല്ലായിരിക്കും അല്ലേ? അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും സമയം ജോയിൻ ചെയ്തതിനും സീരിയലിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നതിനും ഇനി സക്സസ്ഫുൾ ആയിട്ട് ഈ സീരിയൽ കുറേ നാളും കൂടെ മുന്നോട്ട് പോട്ടെ. ചേട്ടന് നല്ലൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും സിനിമയിലും ചേച്ചി പറഞ്ഞ പോലെ കന്നഡയിലും പല പല ഭാഷകളിലൊക്കെ അഭിനയിക്കാനും ഒക്കെ ഉള്ള ഭാഗ്യം കിട്ടട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്.